അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ് സ്കാമിനെ കുറിച്ചാണ്. ഹായ് ഹലോ, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ സെറ്റിംഗ്സുകൾ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾ ആ സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ലഭിക്കും. യൂട്യൂബിൽ തിരഞ്ഞാൽ ഇങ്ങനെയുള്ള 100 കണക്കിന് വീഡിയോസ് നമുക്ക് കിട്ടും. വയ്ക്കൽ ഞാൻ പറയാം, ഇത് ഒന്നാന്തരം ഒരു സ്കാമാണ്, ഒന്നാന്തരം തട്ടിപ്പ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ് സ്കാമിനെ കുറിച്ചാണ്. പല വലിയ യൂട്യൂബ് ചാനൽസിൻ്റെയും തമ്പനയിൽ ഇങ്ങനെ കൊടുത്തിരിക്കും, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് വേണോ, സബ്സ്ക്രൈബേഴ്സിനെ വേണോ എങ്കിൽ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ള തമ്പനയിൽ കൊടുത്തിരിക്കും. നമ്മൾ അത് കണ്ടിട്ട് ആ വീഡിയോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും, ചിലപ്പോൾ കൺട്രി ചേഞ്ച് ചെയ്യാനോ കാറ്റഗറി ചേഞ്ച് ചെയ്യാനോ ഒക്കെയുള്ള ചെറിയ ചെറിയ സെറ്റിംഗ്സുകൾ മാറ്റാനുള്ള വിദ്യകളായിരിക്കും പറയുന്നത്. നമ്മളെന്ത് വിചാരിക്കും, നമ്മളെപ്പോലുള്ള പുതിയ യൂട്യൂബർമാരെന്ത് വിചാരിക്കും, ഇതുകൊണ്ടാണല്ലോ എൻ്റെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും വരാത്തത്. ഒരു പെട്ടെന്ന് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്ക് കയറി എന്ത് ചെയ്യും, ഈ സെറ്റിംഗ്സുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും പുതിയ വ്യൂസും ഒക്കെ കൂടുന്നത് കാണാനായിട്ട് കാത്തിരിക്കും. ദിവസങ്ങൾ കഴിഞ്ഞാലും ഇതൊന്നും കൂടാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു മാജിക് ബട്ടൺ എൻ്റെ അറിവിൽ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്തില്ല. എൻ്റെ അറിവിലെന്നല്ല, ഒരിക്കലും അങ്ങനെ ഒരു മാജിക് ബട്ടൺ യൂട്യൂബിൽ ഇല്ല. യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് അങ്ങനെ ഒരു സെറ്റിംഗ്സും വെച്ചിട്ടില്ല. യൂട്യൂബ് അൽഗോരിതം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഈ സെറ്റിംഗ്സ്, രഹസ്യ സെറ്റിംഗ്സ് ഒന്നും നോക്കിയിട്ടല്ല, പകരം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ടാണ് യൂട്യൂബ് അൽഗോരിതം പ്രവർത്തിക്കുന്നത്. അതിലൊന്നാമത്തേത് CTR, ക്ലിക്ക് ത്രൂ റേറ്റ്. നിങ്ങളുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ട് എത്ര ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസ് റിട്ടൻഷൻ ആണ്. അതായത് ഈ നിങ്ങളുടെ തമ്പനയിൽ കണ്ട് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കാണുന്നവർ എത്ര സമയം നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ, നിങ്ങളുടെ തമ്പനയിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ യൂട്യൂബ് തന്നെ ആ വീഡിയോ എന്ത് ചെയ്യും, ആൾക്കാരിലേക്ക് പുഷ് ചെയ്ത് എത്തിക്കും. അല്ലാതെ നിങ്ങളുടെ രഹസ്യ സെറ്റിംഗ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമേ അവിടെ ഇല്ല. ഒരു മാന്ത്രിക ബട്ടൺ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തട്ടിപ്പ് വീഡിയോ ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും, അവർക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കൂടും, അതെല്ലാം ചെയ്യും. പക്ഷെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വെറും നിരാശ മാത്രമേ കിട്ടുള്ളൂ. കാരണം അങ്ങനെ ഒരു മാജിക് ബട്ടൺ ഇവിടെ ഇല്ല, യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് ഇല്ല. നിങ്ങളുടെ ചാനൽ ശരിക്കും വളരണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, കണ്ടന്റ്. ആളുകളെ രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ആകർഷകമായിട്ടുള്ള തമ്പനയിൽ കൊടുക്കുക, അതുപോലെ കറക്റ്റായിട്ടുള്ള ടൈറ്റിലുകൾ കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വീഡിയോസ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം വ്യൂസും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് സാധിക്കും. ഇങ്ങനെ തട്ടിപ്പായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഓഡിയൻസിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകളിലൊന്നും പോയി വീഴാതിരിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ആകർഷകമായിട്ടുള്ള തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക, നല്ല കണ്ടന്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, വളരെ രസകരവും ഉപകാരപ്രദവുമായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഒരു മാജിക് ബട്ടണും യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി ചേഞ്ച് ചെയ്യേണ്ട, അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി നിങ്ങൾ വീഴണ്ട. ഇത് നിങ്ങളുടെ അറിവിലേക്കായി ചെയ്തതാണ്. ഇതുപോലുള്ള വ്യാജ ട്രിക്കുകളുടെ പുറകെ പോയി നിങ്ങളുടെ സമയം പാഴാക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിലും തമ്പനയിലും ശ്രദ്ധ തിരിക്കുക, വിജയം ഉറപ്പായും വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.